ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഗോഡ് ആൻഡ് ഗോഡ് സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചാണ്. നമ്മുടെ 2019 ODI വേൾഡ് കപ്പ് ഉണ്ട്. അതിൽ ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിന് വേണ്ടി ഫൈനലിൽ കളി ജയിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു മാസ്മരികമായ ഒരു ഇന്നിങ്സിലൂടെയാണ് ബെൻ സ്റ്റോക്ക് ആ മാച്ച് ജയിപ്പിച്ചു കൊടുക്കുന്നത്. ആ മാച്ച് ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൽ ബെൻ സ്റ്റോക്കിന് പകരം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലണ്ട് ആ കളി ജയിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാച്ചിൽ ഒരു ഓവർ ത്രോ ആയിട്ട് 6 റൺസ് കിട്ടുന്നുണ്ട്. ഡബിൾ റൺ ഓടുന്ന സമയത്ത് ബെൻ സ്റ്റോക്കിൻ്റെ മേലെ വന്ന് ബോൾ തട്ടിയതിന് ശേഷം അത് ബോൾ ബൗണ്ടറിയിലേക്ക് പോകുന്നുണ്ട്. അതായത് എക്സ്ട്രാ ആയിട്ട് 4 റൺസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെയും കൂടി ഒരു ബെനിഫിറ്റിലാണ് ആ മാച്ച് ഒരു പക്ഷേ ഇംഗ്ലണ്ടിനെ ഫേവറബിളായി മാറേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ മേ ബി വേറൊരു ഔട്ട്കം ആയിരിക്കാൻ സംഭവിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ അന്ന് ബെൻ സ്റ്റോക്കിന് പ്രകാരം ഇംഗ്ലണ്ടിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ട് ചിലപ്പോൾ ആ റിസൾട്ട് അൺഫേവറബിളായി മാറിയിട്ടുണ്ടാകും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ആ റൺസ് വേണ്ട എന്ന് തന്നെ പറയും. ആ 4 റൺസ് എക്സ്ട്രാ വന്ന 4 റൺസ് സച്ചിൻ അത് വിഡ്രോ ചെയ്യപ്പെടും. അങ്ങനെ ഒരു വിഡ്രോ ചെയ്യാൻ, അതായത് ഒരു വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഫൈനൽ ഓവറിൽ വേറെ പല സാഹചര്യങ്ങളിലും വേറെ എല്ലാവരും ചെയ്യുമായിരിക്കാം. പക്ഷെ ഒരു വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഫൈനൽ ഓവറിൽ 4 റൺസ് എക്സ്ട്രാ വരുന്ന സാധനം വിഡ്രോ ചെയ്യാൻ ഗട്ട്സ് ഉള്ള ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇന്നേ വരെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ്. ഓക്കെ, അത് വേറൊരു വ്യക്തിക്കും കഴിയില്ല. വേറെ ഏതെങ്കിലും ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു മാച്ചിൽ അല്ലെങ്കിൽ ഏർലി ടൈം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈം അല്ലാത്തൊരു മാച്ച് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ മേ ബി ഒരുപാട് പേര് ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഓവറിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വന്നു. ആ സമയത്ത് നമ്മൾ എടുക്കണം ഡിസിഷൻ. നമുക്ക് ഒരിക്കലും ടീം എൻവയറമെൻ്റായിട്ട് ഡിസ്കഷനോ അങ്ങനെ നടന്നിട്ടല്ല നടക്കാൻ പോകുന്നത്. ഓൺലി തിങ് അമ്പയേഴ്സ് അത് അലോ ചെയ്യും. ആ സമയത്ത് പേഴ്സണലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അവിടെ നിൽക്കുന്ന 2 പ്ലെയേഴ്സിൻ്റെ ഡിസിഷനായിരിക്കും. ഓക്കെ, ഒബിയസ്ലി അങ്ങനെ ഒരു പ്ലെയർ നിൽക്കണമെങ്കിൽ സച്ചിൻ ആയിരിക്കും അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, നോൺ സ്ട്രൈക്കറേക്കാളും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരിക്കും ഡിസിഷൻ എടുക്കുക. സച്ചിൻ ആ ഡിസിഷൻ എടുക്കുക, മിക്കവാറും ആ റൺസ് ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുള്ള ലെവലിൽ തന്നെ പോകും. പിന്നീട് എന്താ വരുന്നത് പറഞ്ഞാൽ നോക്കാം എന്ന രീതിയിൽ സച്ചിൻ വയ്ക്കും. ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു സച്ചിൻ്റെ ആരാധകനായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പൊക്കി പറയുന്നതായിരിക്കാം എന്ന് പലർക്കും ഫീൽ ചെയ്യുമായിരിക്കാം. പക്ഷേ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അങ്ങനെ. 90s തോന്നുന്നുണ്ട് ഷാർജ കപ്പ് നടക്കുന്ന സമയത്ത്. ഷാർജ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ്റെ ഒരു ഫേമസ് ടൂർണമെൻറ്റാണ്. ഓക്കെ, ആ മാച്ചിൽ ത്രിരാഷ്ട്ര പരമ്പരയാണ് തോന്നുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ ബോണസ് പോയിൻ്റ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ കളി ജയിച്ചില്ലെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ റൺസ് സ്കോർ ചെയ്താൽ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. ജയിച്ചതിനുള്ള പോയിൻ്റ് കിട്ടില്ലെങ്കിലും പറ്റില്ല. അപ്പോൾ ഒരു ഫൈനലായിട്ട് വരുന്ന ഒരു മാച്ചിൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക്, അത് 3 പേരുള്ള ഇതിൽ ഫൈനലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ബോണസ് പോയിൻ്റ് മതിയാകും. അതായത് കളി ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഫൈനലിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയ മീറ്റ് ചെയ്യാം. ഈ മാച്ച് നടക്കുന്നത് ഓസ്ട്രേലിയക്ക് അഗേൻസ്റ്റ് തന്നെയാണ്. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 270 എന്തോ ഓസ്ട്രേലിയ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെർട്ടൻ എമൗണ്ട് അതായത് 240 എന്തോ സ്കോർ ചെയ്ത് തന്നെ ഇന്ത്യക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം ഔട്ടായി പോയി കഴിഞ്ഞു. ഓക്കെ, മറ്റുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം ഔട്ടായി ഒരു 1 സൈഡറായിട്ട് സച്ചിൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1 സൈഡ് അപ്പുറത്ത് ചെറിയ സപ്പോർട്ടൊക്കെ ആരെങ്കിലും തരുന്നുണ്ട്. 1 സൈഡായിട്ട് സച്ചിൻ സെഞ്ചുറി അടിക്കുകയൊക്കെ ചെയ്തു പോകുന്നുണ്ട് ആ മാച്ചിൽ. അപ്പോൾ ഇന്ത്യയുടെ ആരാധകരാണ് ശരി, ടീം എൻവയറമെൻ്റ് ആണെങ്കിൽ ചിന്തിക്കുന്നത് ബോണസ് പോയിൻറ്റിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, ഈ ബോണസ് പോയിൻ്റ് എങ്ങനെ കിട്ടും, അത് എങ്ങനെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പക്ഷേ സച്ചിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളി ജയിക്കാൻ വേണ്ടിയാണ് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കളി ജയിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഭയങ്കര ഡിസ്റ്റൻസിലൂടെയാണ്, ബോണസ് പോയിൻ്റ് കുറച്ചുകൂടെ അടുത്താണ്. ഓക്കെ, സ്കോർ. അപ്പോൾ സച്ചിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഈ കളി ജയിപ്പിക്കാൻ നിന്നിട്ട്. അങ്ങനെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാച്ചും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജയിപ്പിച്ച് തന്നെ നമ്മൾ ഭയങ്കര സൂപ്പർ, നമുക്ക് ഭയങ്കര പ്രിവിലേജൊക്കെയാണ് ആ ജയിപ്പിക്കുമ്പോൾ. ഓസ്ട്രേലിയയെ തല്ലി തോപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ് ആ സമയത്ത്. അങ്ങനൊരു അതിൻ്റെ ഇടയിൽ അവസാന ഓവറുകളിലേക്ക് നടക്കുമ്പോഴാണ് ബോളർ ബോൾ ചെയ്യണം. സച്ചിൻ്റെ ലെഗ് ലൈൻസ് അങ്ങനെ ചെയ്തിട്ട് ബാക്കിലേക്ക് ബോൾ പോവുകയാണ്. അത് കീപ്പർ ക്യാച്ച് ചെയ്യണം. ആ സമയത്ത് അപ്പീൽ ചെയ്യുന്ന സമയത്ത് അമ്പയർ നോട്ട് ഔട്ട് വിധിക്കണം. ഓക്കെ, അമ്പയർ നോട്ട് ഔട്ട് വിധിക്കും. ഓക്കെ, സച്ചിന് അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ആ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ സച്ചിൻ ടെണ്ടുൽക്കർ അതായത് പുള്ളിക്കാരന് വേണമെങ്കിൽ ആ കളി ജയിപ്പിക്കാം എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിക്കും എന്നുള്ള ലെവലിൽ നിൽക്കണം. ആ സിറ്റുവേഷനിൽ അമ്പയർ നോട്ട് ഔട്ട് വിധിച്ചതിന് ശേഷം സച്ചിൻ സ്വയം കയറിപ്പോവും. ഓക്കെ, അത്രയും ക്രൂഷ്യലായ മൊമെൻറ്റിലും അത് സച്ചിൻ എത്രത്തോളം ആ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നന്നായി വ്യക്തമുണ്ട്. അത്രയും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സിൽ
സച്ചിൻ്റെ അഗെയിൻസ്റ്റ് നോട്ട് ഔട്ട് വിളിച്ചതിന് ശേഷം സച്ചിൻ ഈവൻ ഭയങ്കര പക്ക ഫോമിലാണ്. അത് ഓസ്ട്രേലിയയെ ഭയങ്കര ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈ ഫോമിൽ നിൽക്കണു, ഹൈ വോൾട്ടേജിൽ നിൽക്കണു. ആ സമയത്തും തനിക്കെതിരെ നോട്ട് ഔട്ട് വിളിച്ചപ്പോഴും ഈസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് സ്വയം കയറി പോകുന്ന ഒരു സച്ചിൻ ടെണ്ടുൽക്കറുടെ. ഈ സച്ചിൻ ടെണ്ടുൽക്കറെ കുറേ പേർക്ക് അറിയില്ല. ഓക്കെ, മേ ബി സച്ചിൻ്റെ മാച്ച് കാണാത്ത വ്യക്തികൾക്ക് കൂടുതൽ അറിയാവുന്ന അയാളുടെ സ്കോർ കാർഡുകൾ മാത്രമായിരിക്കാം. 100 സെഞ്ചുറി, അല്ലെങ്കിൽ 34,000 റണ്ണ്, 23,000 റണ്ണ്, ഏറ്റവും കൂടുതൽ റൺസ്, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സച്ചിൻ്റെ മാച്ച്, സച്ചിൻ്റെ വേ ഓഫ് അപ്രോച്ച് അറിയാത്ത, സച്ചിൻ്റെ ശൈലി അറിയാത്ത വ്യക്തികൾക്ക് അറിയാം. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സച്ചിൻ ഉണ്ട്. അതൊക്കെ ക്രിക്കറ്റിലെ എന്താ പറയുക, ചില കാര്യങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഇനിയും ആരും ചെയ്യാനും പോകില്ല, ഇതിന് മുമ്പ് ആരും ചെയ്തിട്ടുമില്ല.